വലിയതായിരിക്കുന്ന ഒരു കാര്യപ്പെട്ട ഒരു വലിയ എന്ന് വന്നിവിടെ പ്രത്യക്ഷമായെങ്കിൽ നമ്മുടെ സന്തോഷം പറയണ്ട. കാരണം അള്ളാന്റെ ആളാണ്. അയാളെ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾക്ക് ദുന്യവിയായിട്ടും ഉഖ്റവിയായിട്ടും പല നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ വരുന്നെന്ന് പറഞ്ഞാൽ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷം. ഇപ്പം അന്ന് നമ്മളുടെ ഇടയിൽ അറിയപ്പെടുന്നതായിരിക്കുന്ന ഔലിയാക്കന്മാരെല്ലാം നമ്മളെ തൊട്ട് കണ്ണ് മറഞ്ഞുപോയി. എല്ലാം ധാരാളം ഔലിയാക്കന്മാർ എവിടെല്ലാം ഉണ്ടാവും, പക്ഷെ നമുക്കിപ്പോൾ അത് അവർ കണ്ടു കിട്ടുന്നില്ല എന്ന് മാത്രം. അങ്ങനെയുള്ള ഒരു വലിയതായിരിക്കുന്ന ഒരു വലിയ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഹൈറാത്തുകളെ കൊണ്ടും ബറക്കാത്തുകളെ കൊണ്ടും പലജാതി നിഅമത്തുകളെ കൊണ്ടും നിറക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ഇന്നത്തെ ഖുതുബയിൽ നമ്മുടെ ഖത്തീബ് കുറേ കാര്യങ്ങൾ റമദാൻ മാസമായി വിട്ടുപിരിയുന്നതിനെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞു. അതൊന്നും അതിൻ്റെ വ്യാഖ്യാനം ആ ഖുതുബയിൽ പറഞ്ഞ വിഷയത്തിന് വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ കുറേ മണിക്കൂറുകൾ നിങ്ങൾ ഇരിക്കേണ്ടി വരും. ആ ഭാഗത്തിലൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇതേപോലെ തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളതായിരിക്കുന്ന പരിശുദ്ധ മാസം വന്ന് അതിനെ വലിയ ആദരവോടുകൂടി റമദാൻ മാസത്തിൻ്റെ നോമ്പുതങ്ങൾ നോറ്റ് അതിൻ്റെ ഹക്കുകളെല്ലാം കൂടി തറാവി നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി വലിയ സന്തോഷത്തോടു കൂടി എന്തൊരു ബേജാറില്ലാണ്ട് പയിച്ചിട്ട് ദാഹിച്ചിട്ടിരുന്നു. ഇതുവരെ നേരെ മറിച്ച് ഒരു രാജാവിൻ്റെ കൽപ്പനയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യ ഭരണാധികാരിൻ്റെ ഒരു കൽപ്പന, നിങ്ങളെല്ലാവരും ഒരു മാസം നിങ്ങളെല്ലാം എല്ലാം എന്നും തിന്നാണ്ടും കുടിക്കാണ്ടും പട്ടിണിരിക്കണം എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചെങ്കിൽ നമ്മളായിരിക്കും എനിക്ക് റെഡി ഉണ്ടാവുക. ഉണ്ടാവുക ഗവൺമെൻറ് തീരുമാനിച്ചതല്ലേ. ഈ ഗവൺമെൻറ് അറിഞ്ഞ പോലെ നമ്മളാക്കാണ്ട് അറിയാണ്ട് നമുക്ക് എന്തും തിന്നാലോ എന്താക്കാലോ കാത്തിരിക്കണ്ട. ഇതങ്ങനെയല്ലല്ലോ. നമ്മളൊരു നിയത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മളെ വിഷയം എന്താണ്, നാളത്തെ നോമ്പ് ഞാൻ നൂറ്റുകൂടുവാൻ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കരുതി എന്ന് പറഞ്ഞിട്ട് ഒരാളെ നിയത്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ അവൻ്റെ കഥ എന്താണ്, അവന് ഒരു സാധനം അത് വെറുതെ കിട്ടിയാലും തിന്നൂല, അല്ലെങ്കിൽ വിലക്കെടുത്തിട്ടും തിന്നൂല, ഒന്നും തിന്നൂല. ആ നിശ്ചയിക്കപ്പെട്ട സമയം വരെ അവൻ അതിനെ സൂക്ഷിച്ച് കാത്തിട്ട് ആ നോമ്പിനെ ജാഗ്രതയാക്കിയിട്ട് അവൻ നിൽക്കും. ഈ നിലയ്ക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ റമദാൻ മാസത്തിൻ്റെ അകത്ത് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു ഇതിൽ ഒപ്പിച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങൾക്ക്. ഈമാനുള്ള കൂട്ടർക്കാണെങ്കിൽ ഇതെല്ലാം, ഈമാനില്ലാത്ത കൂട്ടർക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അവരെ അള്ളാഹുവിനോട് സ്വർഗത്തിന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ധാരാളം ചോദിക്കുന്നുണ്ട്. നരകത്തിന് തൊട്ട് രക്ഷനെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ധാരാളം അങ്ങനെ നരകത്തിന് തൊട്ട് സലാമത്തിന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്, ധർമ്മങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്തെല്ലാം നല്ലതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യുന്നുണ്ട് ഈ പരിശുദ്ധ മാസത്തിൻ്റെ അകത്ത്. ഇതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഇനി തിരിച്ചു വരുന്ന ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എത്ര ആൾക്കാരുണ്ടാവും, നമുക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ. എത്ര ആൾക്കാരാണ് നമ്മളെ വയസ്സിൻ്റെ ആളും നമ്മുടെ വയസ്സിൽ കുറഞ്ഞ ആൾക്കാരെല്ലാം കഴിഞ്ഞ റമദാനിലുള്ളതായിരിക്കുന്ന ആൾക്കാരെല്ലാം ഇന്ന് നമ്മൾക്ക് കാണാനില്ല. അവർ മണ്ണിൻ്റെ അടിയിലാണ് ഇപ്പോൾ പാർക്കുന്നത്. എൻ്റെ മുഅ്മിനുകളെ, ഇതെല്ലാം വളരെ ഗൗരവമായിട്ട് നമ്മൾ കണക്കെടുക്കേണ്ട വിഷയമാണ്. ഇനി വരുന്ന കൊല്ലം ഇത് റമദാൻ വരുമ്പോൾ നമ്മൾ ഏത് സുഖക്കേടിൽ മരിക്കുന്നതാണ്, ഏത് തിരക്ക് മരിക്കുന്നതാണെന്ന് പറയാൻ സാധിക്കും. എത്ര ആൾക്കാരാണ് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചത്, എത്ര ആളാണ് ഹാർട്ടിൻ്റെ സുഖക്കേടിൽ മരിച്ചത്, എത്ര ആളാണ് കിഡ്നീൻ്റെ സുഖക്കേടിൽ മരിച്ചത്, എത്ര ആളാണ് ഒരു സുഖക്കേടും ഇല്ലാണ്ട് പട്ടണയായി മരിച്ചത്, എത്ര ആൾക്കാരാണ് ആക്സിഡൻ്റ് ആയത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞ അനുഭവമാണ്. നമ്മൾക്കൊന്നും അങ്ങനെ വന്നുകൂടാ എന്നുള്ള തീർമാനം നമ്മളെടുക്കലില്ല. കാരണം നമുക്ക് അധികാരമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ തടിയിൽ അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വിഷയമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, വേറെ ആൾക്ക് പറയാനും കഴിയില്ല. ഈ നിലക്കാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ടതായിരിക്കുന്ന ഇത്രയും ബറക്കത്തും റഹ്മത്തും ഏറിയതായിരിക്കുന്ന ഈ മാസം പിരിഞ്ഞു പോകുമ്പോൾ മുഅ്മിനെ സംബന്ധിച്ച് ഈമാനുള്ള മനുഷ്യർക്ക് വലിയ ഖേദമാണ്, വലിയ ദുഃഖമാണ്. കാരണം ഇനി ഈ മാസം വരുമ്പോൾ ഞാനുണ്ടാവുകയില്ലേ എന്ന് പറയാൻ കഴിയില്ല. ഇത് എന്നെ തൊട്ട് വിട്ടുപിരിഞ്ഞ് പോകുന്നുണ്ടല്ലോ എന്നുള്ളതായിരിക്കുന്ന ആ ബേജാറും ആ സങ്കടവുമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം. അതിற்கு വേണ്ടിയിട്ടാണ് ഇന്ന് ഖുതുബയിൽ നമ്മുടെ ഖത്തീബ് സലാം പറഞ്ഞിട്ട് പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് റമദാൻ പിരിയുമ്പോൾ ഒരു നല്ലതായിരിക്കുന്ന ബഹുമാനം ആദരവുള്ളതായിരിക്കുന്ന ഒരാൾ വന്ന് അയാൾ വിട്ടുപിരിഞ്ഞ് പോകുമ്പോൾ എങ്ങനെയാണ് അയാളെ പിരിക്കുന്നത്? സലാം പറഞ്ഞ് ആദരിച്ച് പിരിക്കലാണ്. വരുന്ന കൊല്ലത്തിലേക്കാണ് ഈ ആ മാസം. ഇനി ഈ ഒരിക്കലും വരുന്ന കൊല്ലാണ്. ഒരു കൊല്ലം കഴിയും. ഒരു കൊല്ലത്തിലേക്ക് ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു വലിയനെ പോലെയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം എന്ന് പറയുമ്പോൾ. ആ മാസം വിട്ടുപിരിഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ എന്താക്കുന്നത്, സങ്കടം പ്രകടിപ്പിക്കുന്നത്, സലാം പറയുന്നത്. അസ്സലാമു അലൈക്കും യാ ശഹ്റ റമദാൻ, അസ്സലാമു അലൈക്കും യാ ശഹ്റൽ മസാബി, അസ്സലാമു അലൈക്കും യാ ശഹ്റ തറാവി കുനൂസ് വൽ മഫാത്തി. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സലാം പറഞ്ഞു. ഇതൊരു പോയത്തൊന്നും വിചാരിക്കേണ്ട. തെഞ്ഞ സലാം പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളായതായിരിക്കുന്ന ആൾക്കാർ, പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ഹക്കുകളെ വീടിയതായിരിക്കുന്ന ആൾക്കാർ അത് പോകുമ്പോൾ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ സലാം പറഞ്ഞിട്ടാണ് പിരിയുക. വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്.
ആൾ ഇനിയിപ്പോൾ വരുന്ന കൊല്ലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് ഞങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു. എല്ലാം പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാനത്തെ ദിവസം മഗ്‌രിബിനോട് അടുത്തതായിരിക്കുന്ന സമയത്തിലാണ് ഈ സലാം പറയേണ്ടത്. ഇന്നിവിടെ സലാം പറഞ്ഞിട്ട് പഠിപ്പിച്ചതാണ്. ഇങ്ങനെയാണ് സലാം പറയേണ്ടത്, മാസത്തിലേക്ക് സലാം. എന്തു പറഞ്ഞാലും അസ്സലാമു അലൈക്കും യാ റമദാൻ എന്ന് പറഞ്ഞാലും മതിയാകും. എല്ലാ നിലക്ക് പാട് പറഞ്ഞ് കളിപ്പിച്ച പോലെ എനിക്ക് സലാം പറഞ്ഞിട്ട് പിരിയാൻ കഴിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഒരു സലാം പറഞ്ഞിട്ട് റമദാൻ മാസവുമായിട്ട് പിരിയുന്നത്. അങ്ങനെ എല്ലാ റമദാൻ മാസത്തിന്റെ അവസാനത്തതായിരിക്കുന്ന വൈകുന്നേര സമയത്ത് ഈ മാസം വിട്ടുപിരിയുന്നതിന്റെ പേര് നല്ലതായിരിക്കുന്ന സ്വാലിഹായ അമൽ ചെയ്ത് ഖേദിച്ച് ദുഃഖിച്ച് ഇനി വരുന്ന കൊല്ലമാണല്ലോ നിന്നെ കാണുന്നത്, ഇനി ഞാൻ വരുന്ന കൊല്ലം നീ വരുമ്പോൾ ഞാൻ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള ദുഃഖത്തിന്റെ സംഘത്തോടു കൂടിയാണ് ഈ റമദാൻ മാസമായിട്ട് പിരിയുന്നത്. വളരെ ഗൗരവമായിട്ട് നമ്മളിത്